يا رسول الله يا حبيب الله. കാണുന്ന മുഴുവനും നമ്മളിപ്പോഴുള്ള ബാച്ചുകളാണ് കേട്ടോ. പാകിസ്ഥാൻ അധീന പഞ്ചാബിന്റെ ഉച്ചുമേഖലയിൽ നിന്ന് അവിടുത്തെ മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഇനി ഉൾപ്പെടുത്തണം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റാർ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് എല്ലാവരും നിൽക്കുന്നത് അജ്മീർ ജംഗ്ഷനിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി കൃത്യം 10:15 ഇടയിലായിട്ടാണ് നമുക്കുള്ള അഹമ്മദാബാദിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ എല്ലാ ആളുകളും ഒരു ഒരുക്കത്തിലാണ്. കാരണം നാളെ അഹമ്മദാബാദിൽ എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്ന സ്വപ്നത്തിൽ അവിടുത്തെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത കട്ടിലും അതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ കാൽപതിഞ്ഞ കല്ല് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു അവസരവും ഖുത്ബ ഷരീഫും അതുപോലെ ഷാഹാലും ദർഗ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ദർഗകളൊക്കെ കാണാനുള്ള ഒരു ഒരുക്കം നമുക്കുണ്ട്. അതിന് പുറമെ അഹമ്മദാബാദിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു ജുമാ മസ്ജിദും നാളെ കാണാനുണ്ട് എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എങ്ങനെയായിരുന്നു ഇത്ര ദിവസം? എന്താ പറയാ, അടിപൊളിയായിരുന്നല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി തുടർന്നുള്ള ചില കാഴ്ചകളിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ രാത്രി നമ്മൾ കയറിക്കിടന്ന് നല്ല റാഹത്തായി ഉറങ്ങി. രാവിലെ നോക്കുമ്പോൾ ശബ്ദത്തിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സമയം രാത്രിത്തെ? ഉറങ്ങില്ല, മോശമല്ല. ഇപ്പോൾ സമയം കൃത്യം 6:20 അപ്പോൾ ഇൻഷാ അല്ലാഹ് അഹമ്മദാബാദിലാണ് നമ്മൾ അതിനെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം അടുത്തെത്തി കേട്ടോ. ഒരുപാട് ട്രാക്കുകളുണ്ട്, ധാരാളം ട്രാക്കുകളും എഞ്ചിനുകളും പലതരം ട്രെയിനിൻ്റെ ഗുഡ്സുകളൊക്കെ ഉള്ള ഒരു സ്റ്റേഷനും കൂടിയാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഇപ്പോൾ സമയം ഏകദേശം 6:45 കേട്ടോ. എല്ലാ ആളുകളും ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലങ്ങളിലേക്ക് സിയാറത്തിനും പോകാനുണ്ട്, അതുപോലെ പർച്ചേസ് ചെയ്യാനുള്ള ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ പ്രയാസമാകുന്നത് കൊണ്ടാണ് ഇവിടെ തൊട്ടടുത്ത് വെയിറ്റിംഗ് റൂമുണ്ട്. ആ വെയിറ്റിംഗ് റൂമിൽ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ ആളുകളും ഫ്രീ ആയിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈകുന്നേരം സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് 5 മണിക്ക് ഇവിടുന്ന് ട്രെയിൻ ആയതുകൊണ്ട് ഇവിടത്തേക്ക് തന്നെയാണ് തിരിച്ചെത്താനുള്ളത്. ഇനി നാസ്തം കഴിക്കാനും അതുപോലെ ചെറിയ ലഘുഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഓരോരുത്തരും അതിന് വേണ്ടി പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ലേറ്റ് ആയിട്ടുള്ള നാസ്താണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പൂരിയുണ്ട്, അതുപോലെ വടാപ്പാവ്, പിന്നെ അതിനുള്ള ബോണ്ടി സാധനങ്ങളുണ്ട്. പിന്നെ ഇത് റെഡിമെയ്ഡാണ്. അപ്പോൾ ഷെമീറിന്റെ വടാപ്പാവിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, सुपर हिट लेटेस्ट माल बनता है, एकदम न्यू लेटेस्ट बना के क्या पुराना माल नहीं रखते. കാത്ത് കാത്ത് ക്ഷമ കിട്ടുപോയല്ലേ? അപ്പോൾ പൂരിയും കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയാണ്, അതായത് ഖുത്ബ ഷരീഫിലേക്കുള്ള യാത്രയാണ്. സാധാരണ എല്ലാവരും ഒന്നിച്ച് ബസ്സിലാണ് പോകുന്നത്. ഈ പ്രാവശ്യം ചെറിയൊരു മാറ്റമുള്ളത് കൊണ്ട് തന്നെ ഓട്ടോറിക്ഷയിലാണ് 4 പേര് ഒരുമിച്ചിട്ടാണ് ഓട്ടോയിൽ പോകുന്നത്. 70 ആളുകൾക്കും ഡിവൈഡ് ചെയ്തിട്ട് ഓട്ടോ പിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഖുത്ബ ഷരീഫിലെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ചരിത്ര കറാമത്തുകളും നമുക്ക് കാണാം. ഈ കാണുന്ന മുഴുവനും എല്ലാ ആളുകളും ഓട്ടോയിൽ ധൃതി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആരാദ്യം എന്നുള്ള ഒരു ഇതിൽ
അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. നല്ല ശക്തമായ മഴ പെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചളിയും മഴയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഏകദേശം ദർഗയുടെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയിട്ടുണ്ട് ഏകദേശം കേട്ടോ. الرحمن الرحيم قل هو الله أحد ومن شر النفاثات في العقد ومن شر حاسد إذا حسد أعوذ برب الناس ملك الناس إله الناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا صلاة تنجينا بها من جميع الأهوال والبليات
وتسلمنا بها من جميع الأسقام والآفات وتذكرنا بها من جميع السيئات ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം അല്ലാഹ് ഈ ലോകത്ത് വെച്ച് ഞങ്ങളെ ആരെയും നീ വശമാക്കല്ല അല്ലാഹ് ജീവിതത്തിൽ നീ മാനസിക സംതൃപ്തി നൽകണം അല്ലാഹ് കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഐക്യവും സ്നേഹവും നൽകണം അല്ലാഹ് പ്രപഞ്ചത്തിന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല അല്ലാഹ് അവിടുത്തെ ഹൗദുൽ കൗസർ ലഭിക്കുന്ന ശഫാഅത്ത് ലഭിക്കുന്ന അവിടുത്തെ മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടുകുടുംബാദികൾ പ്രസ്ഥാന ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷകരമാക്കണം അല്ലാഹ് منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم السلام عليكم يا ولي الله السلام عليكم يا أولياء الله قوموا على حوائجنا وحوائج من تعلق بنا وكونوا لنا ولهم شفيعا في أمورنا وأمورهم الدنيوية والأخروية بعون الله وقدرته آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ഈ മക്ബറ ഉണ്ടാക്കിയത് സുൽത്താൻ അഹമ്മദ് ശേഷം എന്ന മുഹമ്മദ് ബഗഡയാണ് ഉണ്ടാക്കിയത്. ഈ മക്ബറ വേറെ മുഹമ്മദ് ബഗഡയാണ് ഈ മക്ബറ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും സിയാറത്തൊക്കെ കഴിഞ്ഞു. മഹാനവരുകളുടെ കറാമത്ത് രേഖപ്പെടുത്തിയ കല്ലുണ്ട്. ആ കല്ല് കാണാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ അതിന് വേണ്ടി ഓരോരുത്തരായി കാഴ്ച കാണാൻ വേണ്ടി പോകണം. സ്ത്രീകൾ പിന്നെട്ടോ, സ്ത്രീകൾ മാറിക്കുക, ആദ്യം പുരുഷന്മാർ. കണ്ടോൽ അങ്ങോട്ട് മാറിക്കാൻ തിരക്കൂട്ടി വരണ്ട, അവിടെ നിന്നോളി. ഓരോരുത്തരായിട്ട് കണ്ടോൽ മാറി അപ്പോൾ പ്രിയമുള്ളവരെ, വട്വാ ഷെരീഫിലെ സിയാറത്ത് കഴിഞ്ഞു. അതിനുശേഷം മഹാനവരുകളുടെ ജീവിതകാലത്തുണ്ടായ കറാമത്തും ഇവിടെ നേരിട്ട് കണ്ടു. വളരെ റാഹത്തിലാണ്. എന്ത് തോന്നി അത് കണ്ടപ്പോൾ? അത്ഭുതമാണല്ലേ. കാരണം മറ്റുള്ളവർ കാണാൻ പറ്റാൻ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. അതപ്പോൾ അത്രയും വലിയ ഒരു ജീവിതാനുഭവം നമ്മുടെ ഈ ഒരു ജീവിതത്തിലുണ്ടായി. കാരണം മഹാനവരുകളുടെ ജീവിതകാലത്തുണ്ടായ ആ കറാമത്തിൻ്റെ ഒരു നേർക്കാഴ്ച കാണാൻ സാധിച്ച വലിയ സന്തോഷത്തിലാണ് ഈ കാണുന്ന എല്ലാവരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വട്വാ ഷെരീഫിലെ ഈ ഒരു കാഴ്ച, ഈ ഒരു സിയാറത്ത് യാത്ര ഇവിടെ വെച്ച് തൽക്കാലം വീണ്ടും ചെയ്യാൻ പോവാണ്. ഈ യാത്ര വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനേക്കാളും വ്യത്യസ്തമായ അടിപൊളി കിടിലൻ കാഴ്ചകളും വീഡിയോസുകളും വ്ളോഗുകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും തൽക്കാലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.